സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇനി ഏതാനും ദിവസം മാത്രം, 4 ദിവസമാണ് ബാക്കിയുള്ള. അതിനിടെ അവധി ദിവസങ്ങളൊക്കെ വരുന്നുമുണ്ട്. ഇപ്പോൾ കൂടുതൽ കടുത്ത സമര പരിപാടികളിലേക്ക് അവർ കടന്നിരിക്കുകയാണോ? അനുജ, തീർച്ചയായും. കാരണം ഈ മാസം 19-ാം തീയതിയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതായത് 4 ദിവസം മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലുള്ളത്. സർക്കാരിൽ നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്ന് ഈ അവസാന നിമിഷത്തിലും അല്ലെങ്കിൽ അവസാന ദിനങ്ങളിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് മറ്റൊരു സമര രീതിയുമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നത്. അത് മുഖം മൂടിക്കെട്ടിക്കൊണ്ട് ഈ തറയിൽ മുട്ടുകുത്തി കൈ പുറകിൽ കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തിയത്. അത് നാളെ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹന സമരമാണ് ഇന്ന് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തിയത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പൊക്കെ തന്നെ കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് അതും. നമുക്ക് വെറും 2 വർക്കിംഗ് ഡേയ്സ് കൂടെ ഉള്ളൂ. അപ്പം നല്ലൊരു വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും തന്നെ നമ്മുടെ സമരം നീണ്ടുപോകുന്ന നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് നമുക്കൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ന്യായമായ രീതിയിൽ നമുക്കൊരു വേക്കൻസി തരുമെന്ന് പ്രതീക്ഷയാണ് നമ്മളത് തുടങ്ങിയത്. ഇതിപ്പോൾ അവസാന നിമിഷം വരെയായി. ഇനി നമ്മുടെ മുന്നിൽ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ. അതിനകത്ത് ഒരു 30% പോലും നമുക്ക് ആയിട്ടില്ല. അപ്പം നാളത്തെ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്ന് ബാക്കിയുള്ള നാളിലും നല്ലൊരു 350 വേക്കൻസി എങ്കിലും നമുക്ക് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ, ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതുപോലെ, കാരണം 14 ദിവസമായി ഇന്ന് ഇത്രയും നാൾ ഈ സമരം നീട്ടിക്കൊണ്ട് പോകേണ്ടി വരുമെന്ന് പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും സർക്കാരിൽ നിന്ന് ഇതുവരെയും ഒരു അനുകൂല നിലപാട് അവർക്ക് ഉണ്ടായിട്ടില്ല. ചർച്ചയ്ക്ക് പോലും ആരും ഇതുവരെയും ഉദ്യോഗാർത്ഥികളെ വിളിച്ചിട്ടുമില്ല. പക്ഷേ അപ്പോഴും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ഈ പരമാവധി ആളുകളെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ സർക്കാർ എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അനുജ, വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമൊക്കെ അവർ പ്രതിഷേധിക്കുകയാണ്. 4 ദിവസം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനുള്ളത്. സർക്കാരിന്റെ ഇടപെടൽ അവസാന നിമിഷമെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും അവർ കാത്തുസൂക്ഷിക്കുകയാണ്.